നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് റേഷൻ കടകളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാസം ഇന്ന് മുതൽ, അതായത് 7-ാം തീയതി മുതൽ ഈ മാസത്തെ റേഷൻ വിഹിതം നൽകാൻ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പം അതിൻ്റെ പുതിയ കുറച്ച് അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പഞ്ചസാര, ചില പ്രത്യേക കാർഡ് ഉടമകൾക്ക് പഞ്ചസാര ഈ മാസം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഫെബ്രുവരിയിലെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. വെള്ള പൊതുവിഭാഗം കാർഡിന് ഇത്തവണയും 6 കിലോഗ്രാം അരി ലഭിക്കും. നീല കാർഡിന് 3 കിലോ അരി അധിക വിഹിതമായി ലഭിക്കും. ജില്ലയിലാകെ 8.1 ലക്ഷം കാർഡ് ഉടമകളാണ് ഉള്ളത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ കണക്കാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ മാസം നീല കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതവും അതുകൂടാതെ 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ എന്ന പേരിൽ നൽകുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ മാസവും നീല കാർഡ് ഉടമകൾക്ക് നൽകുന്നത് കേട്ടോ. അതുപോലെ വെള്ള കാർഡ് ഉടമകൾക്ക് 6 കിലോ അരിയാണ് നൽകുന്നത്. അടുത്തത് നോക്കാം. ഫെബ്രുവരിയിലെ റേഷൻ വിഹിതം. അന്ത്യോദയ അന്ന യോജന അഥവാ മഞ്ഞക്കാർഡ് കാർഡിന് 30 കിലോഗ്രാം അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. കൂടാതെ 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. അപ്പോൾ പഞ്ചസാര സാധാരണയായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് റേഷൻ കടകളിലൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 27 രൂപ നിരക്കിൽ, അതായത് മാർക്കറ്റിൽ 42 രൂപയും അതിൽ കൂടുതലുമൊക്കെയാണ് 1 കിലോ പഞ്ചസാരയ്ക്ക് വില. അപ്പം അതിൻ്റെ 27 രൂപയ്ക്ക് നിരക്കിൽ ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് പഞ്ചസാര ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ പിങ്ക് കാർഡ് ഉടമകളുടെ നോക്കാം. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ച ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കും. അപ്പം 1 കിലോ ഗോതമ്പ് ലഭിക്കും. അതുകൂടാതെ 9 രൂപ നിരക്കിൽ 3 പാക്കറ്റ് ആട്ടയും കൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോഗ്രാമിന് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ കാർഡ് ഒന്നിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇനി വെള്ള കാർഡ് ഉടമകൾക്ക് കാർഡിന് 6 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അപ്പോൾ സാധാരണ കുറച്ച് കുറവായിരുന്നു നമുക്ക് ഈ വിഹിതമൊക്കെ. കഴിഞ്ഞ ജനുവരിക്ക് മുമ്പുള്ള മാസങ്ങളിലൊക്കെ കുറച്ച് വിഹിതം കുറവായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി കഴിഞ്ഞ മാസവും ഈ മാസവും കുറച്ച് വിഹിതം കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഈ റേഷൻ കടകളിൽ പഞ്ചസാര ലഭിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ, അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. റേഷൻ കടകളിൽ വീണ്ടും പഞ്ചസാര മധുരം. 1 വർഷത്തിനു ശേഷം റേഷൻ കടകളിൽ വീണ്ടും പഞ്ചസാരയുടെ മധുരം. മുൻഗണനാ വിഭാഗമായ അന്ത്യോദയ അന്ന യോജന മഞ്ഞ വിഭാഗം കാർഡിന് 1 കിലോ പഞ്ചസാര ഈ മാസം മുതൽ നൽകുന്നത്. പൊതുവിതരണ വകുപ്പ് 2024 ജനുവരിയിലാണ് അവസാനമായി റേഷൻ കട വഴി പഞ്ചസാര നൽകിയത്. അന്ന് കിലോഗ്രാമിന് 21 രൂപയായിരുന്നു വില. നമുക്കറിയാലോ, സാധാരണ നമുക്കും പഞ്ചസാര എല്ലാ കാർഡ് ഉടമകൾക്കും ലഭിക്കുമായിരുന്നു. അതുകൂടാതെ നമ്മൾക്ക് ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പഞ്ചസാര കുറച്ച് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം നിർത്തി. പിന്നീട് ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ 2024 ജനുവരിയിൽ പഞ്ചസാര റേഷൻ വിഹിതമായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഈ മാസം അതുപോലെ 27 രൂപ നിരക്കിൽ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അന്ന് കിലോഗ്രാമിന് 21 രൂപയായിരുന്നു വില. തുടർന്നുള്ള മാസങ്ങളിൽ വിതരണം നടന്നില്ല. ആവശ്യത്തിന് പഞ്ചസാര ലഭിക്കുന്നില്ലെന്ന വാദമായിരുന്നു അധികൃതരുടേത്. കിലോഗ്രാമിന് 27 രൂപയായിരിക്കും പുതിയ വില. സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം AAY അതായത് അന്ത്യോദയ അന്ന യോജന കാർഡ് ഉടമകളുണ്ട്. പൊതുവിപണിയിൽ 42 രൂപയെങ്കിലും കൊടുക്കണമെന്നിരിക്കെ കുറഞ്ഞ വിലയിൽ 1 കിലോഗ്രാം പഞ്ചസാര കിട്ടുന്നത് ഇവർക്ക് ഗുണമാവും. എന്നാൽ എല്ലാ റേഷൻ കടകളിലും പഞ്ചസാര എത്തിയിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. അപ്പോൾ ഇത് എല്ലായിടത്തും സപ്ലൈ എത്തിയിട്ടും ഇല്ലെന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞ സ്ഥിതിക്ക് ഇത് എല്ലാവർക്കും ലഭിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് റേഷൻ കടകളുമായി ബന്ധപ്പെട്ട മെയിൻ അപ്ഡേറ്റ്. അപ്പം ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.